കേരളത്തിൻ്റെ ചരിത്ര ആഖ്യാനങ്ങളിൽ നായന്മാരെയെല്ലാം ക്ഷത്രിയന്മാരാക്കിയാണ് കരുതിയിരിക്കുന്നത്. എന്നാൽ 1836 സ്വാതി തിരുനാൾ രാമവർമ്മ നടത്തിയ ഇന്ത്യയിലെയും തിരുവിതാംകൂറിലെയും ആദ്യ ജാതി തിരിച്ചുള്ള ജനസംഖ്യാ കണക്കെടുപ്പ് പ്രകാരം നായർ എന്ന ജാതിയെ കാണുവാൻ സാധിക്കുന്നില്ല. മറിച്ച് ശൂദ്രർ എന്ന വിഭാഗത്തെയാണ് കാണുവാൻ സാധിക്കുന്നത്. ഈ കണക്ക് പ്രകാരം തിരുവിതാംകൂറിൽ 3,60,55,470 ശൂദ്രന്മാർ ഉണ്ടായിരുന്നു എന്നതാണ് കണക്ക്. ഈ ശൂദ്രന്മാരാണ് പിന്നീട് നായർ എന്ന പേര് സ്വീകരിച്ചത്. തിരുവിതാംകൂർ രാജാക്കന്മാർക്ക് വിവാഹം കഴിക്കുവാനുള്ള അവകാശമുണ്ടായിരുന്നില്ല. എന്നാൽ അവർക്ക് ലൈംഗിക പങ്കാളികളെ സ്വീകരിക്കാമായിരുന്നു. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ലൈംഗിക പങ്കാളികളിൽ കൂടുതലും ഈ ശൂദ്ര നായർ സ്ത്രീകളിൽ നിന്നായിരുന്നു.